സാർ, ഇപ്പോൾ വളരെ വിവാദങ്ങളിൽ വരുന്ന ഒരു സ്ഥലമാണ് ഉത്തർപ്രദേശിലെ സംഭൽ. നമ്മൾ ഇതുവരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ് പുറത്തു വരുന്നത്. ഒരു BJP നേതാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. കൊലപ്പെടുത്തിയ രീതി കേൾക്കുമ്പോഴാണ് നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നത്. എന്താണ് സംഭവം? അതായത് ഗുൽഫാം സിംഗ് യാദവ് എന്ന് പറഞ്ഞിട്ടുള്ള നേതാവിനെ, അദ്ദേഹം നേരത്തെ മുലായം സിംഗിനെതിരെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ തലത്തിലൊക്കെയുള്ള നേതാവാണ് BJPയുടെ. അദ്ദേഹത്തിൽ കൃഷിയിടത്തിലെ വീട്ടിലാണ് കാണണം എന്ന് പറഞ്ഞിട്ട് 3 പേര് ചെന്നാണ് ബൈക്കിൽ. സാധാരണ ഈ പാകിസ്ഥാനിലെ അജ്ഞാതൻ്റെയൊക്കെ കഥയിലാണ് ബൈക്ക് വരുന്നത്. ബൈക്കിൽ 3 പേര്, ആദ്യം 2 പേരെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു, പിന്നെ വന്നതിലും 3 പേരെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണണം എന്ന് പറഞ്ഞ് ഇവർ ചെന്നാണ്. അപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്നു. വെള്ളം വേണമെന്ന് അവർ പറഞ്ഞു. വെള്ളം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അദ്ദേഹം കട്ടിലിൽ ചാരി ഇരുന്നു കിടക്കുന്നത് പോലെ. അപ്പോഴാണ് ഇവർ ഈ വിഷം കുത്തിവെച്ചത്. വിഷം കുത്തിവെച്ച് കഴിഞ്ഞപ്പോൾ അലറുമൊക്കെ ചെയ്തു, നിലവിളിയൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. അത് കഴിഞ്ഞ് അവിടുത്തെ പ്രാദേശിക ആശുപത്രിയിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അലിഗഡിലേക്ക്. ഇവിടെ അത് ശരിയാവില്ല എന്ന് ആശുപത്രിക്കാർ പറഞ്ഞ, അത്രയും സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ അലിഗഡിലേക്ക് കൊണ്ടുപോയി. അലിഗഡ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. അരയിൽ വിഷം കുത്തിവെച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. വയറിലാണ് എന്ന് പിന്നീട് കാണുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാരണം കണ്ടുപിടിച്ചില്ല. അതുകൊണ്ട് ആന്തരികാവയവങ്ങളുടെ പരിശോധന, വിസറ, ആ പരിശോധനയിലാണ് ഇനി വിഷത്തിൻ്റെ സംഗതിയൊക്കെ കാണുക. ഇത് ഈ മൊസാദൊക്കെ വിഷം കുത്തിവെച്ചിട്ട് ചില ആളുകളെ കൊന്നതൊക്കെ ആയിട്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. നടന്ന സംഭവങ്ങളാണത്. അതിൽ ഈ വിഷം ഏതാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിലൊക്കെയാണ് മൊസാദൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ലാബിലൊക്കെ വികസിപ്പിച്ചെടുക്കുന്ന വിഷമൊക്കെയാണ്. അത് പോസ്റ്റ്മോർട്ടത്തിലോ വിസറ പരിശോധനയിലോ ഒന്നും കാണില്ല. ഇത് വളരെ അസാധാരണമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് ഈ ചെയ്തിരിക്കുന്നത്, ഈ കുത്തിവെച്ചിട്ട് എന്ന് പറയുന്നത്. ഇത് ഈ ഗുണ്ണോർ എന്ന് പറഞ്ഞ സംബൽ ജില്ലയിലെ ഗുണ്ണോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദഫ്താര ഹിമാചൽ എന്ന് പറഞ്ഞ ഗ്രാമത്തിലായിരുന്നു ഇത്. ഫാം ആണ് അദ്ദേഹത്തിൻ്റെ, കൃഷിയിടത്തിലാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത്. കുടുംബം കരുതിയത് ഈ ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആളുകൾ വെടിവെച്ച് കൊന്നതായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ ഈ വിഷം കുത്തിവെച്ചാണെന്നുള്ളത് അവരും സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ അലിഗഡ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയിൽ വെച്ചാണ് മരിച്ചത്. ഈ 30 കൊല്ലമായിട്ട് അദ്ദേഹം നേതാവായി അവിടെ ആ പ്രദേശത്തൊക്കെ ഉണ്ട്. മുലായത്തിനെതിരെ 2004 ഈ ഗുണ്ണാവൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. RSSൻ്റെ നേതാവുമാണ്. RSS പ്രവർത്തനങ്ങളിൽ കൂടിയൊക്കെയാണ് BJPയിലേക്ക് വന്നത്. കാരണം ഈ പാർലമെൻ്ററി രംഗത്തേക്ക് അദ്ദേഹത്തിന് നിയോഗിച്ചതാണ് സംഘം എന്നുള്ളതാണ് അർത്ഥം. ഈ ഭാര്യ ജാവിത്രി ദേവി, അവരും അത്യാവശ്യം രാഷ്ട്രീയത്തിലുണ്ട്. അവർ 3 തവണ ഈ ഗ്രാമപ്രധാൻ ആയിരുന്നു, ഗ്രാമത്തലൈവി ആയിരുന്നു 3 തവണ. അപ്പോൾ ഇവർ ഏതാണ്ടൊരു പിടുത്തം കിട്ടിയിട്ടുണ്ട് ആരാണ് ചെയ്തതെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. കാരണം ഇവർ ഹെൽമറ്റും സിറിഞ്ചും അവിടെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്. ഹെൽമറ്റും ഉപേക്ഷിച്ചിട്ടുണ്ട് ഈ വന്ന ആളുകൾ. ഈ വെള്ളം ചോദിച്ച്, വെള്ളം കുടിച്ച്, പിന്നെ കുശലമൊക്കെ ചോദിച്ച് ഇദ്ദേഹം ചാരിയിരുന്നപ്പോഴാണ്, കട്ടിൽ ചാരിയിരുന്നപ്പോഴാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ മോട്ടീവ് ഒന്നും വ്യക്തമല്ല. കാരണം പണം തട്ടിക്കൊണ്ടുപോവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് അല്ല. അപ്പോൾ ആരാണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ദുരൂഹത വല്ലാതെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. സാർ, ഈ സംഭൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം നമുക്ക് കണക്കാക്കാം? ഈ സമയത്ത് നമുക്ക് ഒന്നും റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ സാധാരണഗതിയിൽ. കാരണം മോട്ടീവ് വളരെ വ്യക്തമല്ലാത്തത് കൊണ്ട് ഈ അക്രമികൾ ആരാണെന്നുള്ള സൂചനയുണ്ട് എന്ന് പറയുന്നുണ്ട്. അക്രമികളുടെ പേരോ മറ്റോ ഒക്കെ അറിയാമായിരുന്നെങ്കിൽ കുറേയും കൂടി സൂചന കിട്ടിയേനെ. അതൊക്കെ ഇനി വരുവുള്ളൂ. കാരണം ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ എത്ര റിപ്പോർട്ടുകൾ നോക്കിയാലും. ഞാൻ തന്നെ പറഞ്ഞത് പരമാവധിയാണ്, പല സ്ഥലത്തു നിന്നുള്ള ഇൻഫർമേഷൻ ആണ് ഈ പറയുന്നത്.
അപ്പോൾ ഈ സമ്പലുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ ബന്ധമുണ്ടാകാം. എന്താണെന്ന് വെച്ചാൽ സമ്പൽ ഒരുപാട് കലാപങ്ങൾ ഈ കോൺഗ്രസിൻ്റെയൊക്കെ ഭരണകാലത്തൊക്കെ തുടർച്ചയായിട്ട് ഒരു കലാപബാധിത പ്രദേശമായിരുന്നു അത്. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ പലായനം ചെയ്തു പോയ സ്ഥലമാണിത്. ഇദ്ദേഹം ഹിന്ദു ആണല്ലോ. ഹിന്ദുക്കൾ പലായനം ചെയ്തു പോയതെന്ന് പറഞ്ഞാൽ 1978 ഒരു വർഷം പല കലാപങ്ങൾ നടന്നിരുന്നു. അതിൽ ഈ ഒരാളൊരു കട നടത്തുന്ന ആളായിരുന്നു, ബൻവാരി ലാൽ എന്ന് പറഞ്ഞിട്ട്. ആ കട നടത്തുന്ന ആള് പിന്നെ കലാപം നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവരെയൊക്കെ പരിചയമുണ്ട്, മുസ്ലിങ്ങളെയൊക്കെ. ഞാൻ ചെന്ന് ശാന്തമാക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് ഈ അവരതൊന്നും നോക്കിയില്ല. ഇങ്ങനെ കൈയും കാലും ഒക്കെ ഛേദിക്കുകയും പിന്നീട് തലവെട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് ഡ്രമ്മിൻ്റെ ഉള്ളിലിരുന്ന് 2 പേര് ഈ സംഭവം കണ്ടിരുന്നു അന്ന്. പക്ഷേ ഈ ഇത്തരം സംഭവങ്ങൾ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിൽ, അനന്തരവൻ്റെ വീട്ടിലെല്ലാവരും ഹിന്ദുക്കളോട് അഭയം തേടിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ 26 പേര് അഭയം തേടി. ആ 26 പേരെയും കൂട്ടക്കൊല ചെയ്തു വന്ന് ഈ മുസ്ലിങ്ങൾ. ആ കൂട്ടക്കൊല ചെയ്തതിന് നേതൃത്വം കൊടുത്ത ആളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവിടെ. പക്ഷേ ഈ കോടതിയിൽ സാക്ഷി പറയാനായിട്ട് ഒരു ഹിന്ദു അന്നുണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഭരണമാണല്ലോ. അപ്പോൾ കേസുകളൊക്കെ വിട്ടുപോയി. അന്ന് തന്നെ ആ ജഡ്ജി പറഞ്ഞു, വല്ലാതെ ദുഃഖം തോന്നുന്നു. ആ വിധിയിൽ എഴുതിയിട്ടുണ്ട്, ഒരാൾ പോലും അക്രമം നടന്നു എന്നുള്ളത് വ്യക്തമാണ്, കൊല നടന്നു എന്നുള്ളത് വ്യക്തമാണ്, ഇന്ന ആളുകളായിരിക്കും എന്നൊക്കെയുള്ളത് വ്യക്തമാണ്, എന്നാലൊരു സാക്ഷി പോലും ഇതിനുണ്ടായില്ലല്ലോ എന്നുള്ളൊരു വിലാപമാണ് ശരിക്കും അതിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത്. ആ 1978 കലാപം ഈ 26 പേരെ കൂട്ടക്കൊല ചെയ്ത് ഇപ്പോൾ പുനരന്വേഷണം നടക്കുന്നുണ്ട് അവിടെ. യോഗി അതിൻ്റെ പുനരന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ മുമ്പ് നടന്ന കലാപങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് ആ കലാപത്തിന് നേതൃത്വം കൊടുത്തവരെയൊക്കെ ഇപ്പം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നൊരു സംഭവം സമ്പലിൽ നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അങ്ങനെ എന്തെങ്കിലും BJPയോടുള്ള വിരോധം, RSSനോടുള്ള വിരോധമൊക്കെ തീർക്കുകയാണോ എന്നുള്ള സംശയമാണ് ഇപ്പോഴൊക്കെ ഉയർന്നു വരുന്നത്. എന്തായാലും കുറേ ഹിന്ദുക്കൾ പോയി ഇങ്ങനൊരു സംഭവം ചെയ്യാനുള്ള സാധ്യത വളരെ വിരളമാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഓപ്പറേഷൻ ഒരു വിഷവുമായിട്ട്. എന്നിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിഷം കണ്ടെത്തിയിട്ടില്ലല്ലോ, വിസറ നോക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഭയങ്കരമായ ചില ഓപ്പറേഷൻസ് ഈ പണ്ട് ക്രെംലിനൊക്കെ മോസ്കോയിലുമൊക്കെ നടന്നിരുന്നതുപോലെയൊക്കെ ഉള്ള ചില ഓപ്പറേഷൻ, മൊസാദിൻ്റെയൊക്കെ ഓപ്പറേഷൻ പോലെയൊക്കെ കുറച്ച് ഇതിൻ്റെ അകത്ത് ഈ വൈദഗ്ധ്യം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുത്തുവയ്പ്പൊക്കെ നന്നായിട്ട് ശീലിച്ചിട്ടൊക്കെ വന്ന ആളുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. അത് എത്ര ഉള്ളിലേക്ക് ചെല്ലണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ളവരാണ് ചെയ്തിരിക്കുന്നത്. ഈ ഇദ്ദേഹത്തെ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരിക്കും സാർ? അതിനെപ്പറ്റിയും നമുക്കറിയില്ല. കാരണം അങ്ങനെ ചെയ്യാനുള്ള സമയത്ത് നമുക്കിപ്പോൾ ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസൻ്റെ വീട്ടിൽ അതിരാവിലെ പോയി ഇല്ലേ, കൊന്നുകളഞ്ഞില്ലേ? അങ്ങനെ സ്വഭാവമുള്ള ആളുകളൊക്കെ ഈ ലോകത്ത് ധാരാളം ഉണ്ടല്ലോ. എന്ത് കാരണം കൊണ്ടാണ്? നേരിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ? മറ്റേ അതുപോലൊരു ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരാൾ മറ്റേ പാലക്കാട് ഒരു കൊലപാതകം നടന്നില്ലേ, അദ്ദേഹം നേരിട്ട് എന്തെങ്കിലും ഇൻവോൾവ് ആണോ? അപ്പോൾ എന്താണ്, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറഞ്ഞ പഴയ പ്രാകൃതമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളൊക്കെ ധാരാളം ഉണ്ട്. അങ്ങനെയും വരാം. ഇപ്പോൾ സമ്പൽ എന്ന് പറയുന്ന സ്ഥലം തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട്. അവിടെ 19 കിണറുകളുണ്ട് ചുറ്റും. പണ്ട് ഈ കിണർ കാണൽ എന്ന് പറഞ്ഞ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഹിന്ദുക്കൾക്ക്, സന്താന ലാഭം ഉണ്ടായാൽ കിണർ. കാരണം ഓരോ കിണറിൻ്റെ അകത്തും ശിവനുണ്ട്, ഇങ്ങനെ ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊക്കെ പുനരുദ്ധരിച്ചു. ഈ മോസ്കിൻ്റെ ഈ കലാപം ഒരു മോസ്കിൻ്റെ മുമ്പിലല്ല ഉണ്ടായി. മോസ്കിൻ്റെ മുമ്പിലൊരു കിണറുണ്ട്, അത് മോസ്ക് ഉപയോഗിച്ചിരുന്നതാണ്, മോസ്കിൻ്റേതല്ലത്. അത് വരാഹ കൂബ് എന്ന് പറഞ്ഞിട്ട് ഈ 19
കിണറുകളിൽ പെട്ട പൊതു കിണറാണത് എന്നുള്ളത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസുണ്ട്, സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ഇത് പൊതുവായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളും ഒക്കെ ഉപയോഗിച്ചിരുന്ന കിണറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ തീർത്ഥങ്ങൾ എന്ന് പറയാം, അങ്ങനെ ആ തീർത്ഥങ്ങളും ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ ഐ ലവ് സമ്പൽ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പോസ്റ്ററും ഒക്കെ ഒട്ടിച്ച് നല്ല ജോറായി അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പൂട്ടിക്കിടന്ന അമ്പലങ്ങൾ തുറന്നു, ഹിന്ദുക്കൾ തിരിച്ചു വന്നു. അപ്പോൾ സാഹചര്യങ്ങളിൽ മാറ്റം വന്നു. ഹിന്ദുക്കൾ പലായനം ചെയ്തിട്ട് ഈ ചില സ്ഥലങ്ങൾ പണ്ട് മാപ്പിള ലഹളക്കാലത്ത് വെട്ടിപ്പിടിച്ചതുപോലെ ചില സ്ഥലങ്ങൾ ഹിന്ദുക്കളുടേത് വെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒരു സ്കൂളൊക്കെ തുറന്നിട്ടുണ്ട് മുസ്ലിങ്ങൾ. ഇപ്പോൾ ഇതൊക്കെ തിരിച്ചു കൊടുക്കേണ്ട ഘട്ടമൊക്കെ വന്നു. ഹിന്ദുക്കൾ തിരിച്ചു വരുമ്പോൾ പിടിച്ചു വച്ച സ്ഥലങ്ങളൊക്കെ തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ പഴയതുപോലെയല്ല ഉത്തർപ്രദേശ്, പ്രത്യേകിച്ച് സമ്പൽ ആകെ മാറിയിരിക്കുന്നു. അപ്പോൾ അതാണോ ഇതിൻ്റെ കാരണം എന്നുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.